ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 354. സത്യത്തിൽ ഭൈരവിന് നീലിമയോട് തോന്നുന്ന വികാരം എന്താണെന്ന് അവന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവൾ വീട്ടിലുണ്ടായിരുന്നപ്പോൾ താൻ വളരെ സന്തോഷവാനായിരുന്നു എന്ന് ഭൈരവ് ചിന്തിച്ചു. അവൻ അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ നീലിമ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ചിന്തകളിലായിരുന്ന ഭൈരവ് അത് ശ്രദ്ധിച്ചിരുന്നില്ല. അവന്റെ ഉള്ളിൽ അപ്പോഴും നീലിമയോട് വല്ലാത്ത പ്രണയം തോന്നി തുടങ്ങുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ കൂടെയാണ് അവൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്നോർക്കുമ്പോഴേ അവന് വല്ലാത്ത വിഷമം തോന്നുമായിരുന്നു. അവന് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നു. ഇത്തരം വികാരങ്ങൾ തന്റെ ഹൃദയത്തിലുള്ളതായി അയാൾക്കറിയില്ലായിരുന്നു. നീലിമയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അയാൾക്ക് അനിർവചനീയമായ ഒരു സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു. അത് അവളോട് പറഞ്ഞ് മനസ്സിലാക്കാനും അവന് സാധിക്കുന്നില്ല. അവൾ വീട്ടിലെത്തിയപ്പോൾ വീടിനൊരു പ്രത്യേക ഉണർവ് തന്നെ അവന് തോന്നുമായിരുന്നു. ഇപ്പോൾ അവൾ അവിടെ ഇല്ലാത്തതിനാൽ അവിടം ശൂന്യമായതുപോലെയാണ് അവന് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവളെ തൻ്റെ കൂടെ നിർത്താൻ അവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നീലിമ ഒരിക്കലും തന്നെ സ്നേഹിക്കില്ല എന്ന് അവന് വ്യക്തമായി അറിയാം. ഇത്തരത്തിലൊരു ചിന്ത തൻ്റെ മനസ്സിൽ വരുന്നത് അപൂർവമായാണെന്ന് അവൻ ചിന്തിച്ചു. അവൻ സാധാരണ സ്ത്രീകളോട് അത്തരത്തിലൊരു സ്നേഹവും തോന്നില്ലായിരുന്നു. നീലിമയെ പോലൊരാളെ അവൻ പരിചയപ്പെടുന്നത് തന്നെ ഇതാദ്യമായിട്ടാണ്. അവളുടെ പ്രത്യേക സ്വഭാവം കൊണ്ടു കൂടിയായിരിക്കാം സിദ്ധാർത്ഥിനും അവളോട് അത്രക്കും സ്നേഹം ഉണ്ടാവുന്നത് എന്ന് ഭൈരവ് മനസ്സിലാക്കി. അവൻ നീലിമയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾക്ക് ചിന്തിക്കാതിരിക്കാനൊന്നും സാധിച്ചില്ല. നീലിമ അത്രത്തോളം അടുപ്പമുള്ള ഒരാളാണെന്ന് ഭൈരവിന് തോന്നാൻ തുടങ്ങി. അവൻ എത്ര ശ്രമിച്ചിട്ടും അത് മാറ്റിയെടുക്കാൻ അവന് കഴിഞ്ഞതുമില്ല. ചിന്തകളിൽ നിന്നും ഉണർന്നപ്പോഴാണ് നീലിമ അവിടെ ഇല്ലാത്ത കാര്യം ഭൈരവ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ അവൾ തന്നെ വന്ന് കണ്ട കാര്യങ്ങളും അവൻ പറഞ്ഞതുമെല്ലാം തന്നെ അവൻ ഓർത്തു നോക്കി. എന്തായാലും അവളെ സ്നേഹിക്കാമെന്ന് തന്നെ അവൻ തീരുമാനിച്ചു. അവൻ തൻ്റെ സഹായിയെ വിളിച്ചു. എടാ, നീലിമ പോയല്ലേ? സഹായി പറഞ്ഞു. പോയി സർ. എന്താ സർ? സിദ്ധാർത്ഥിന്റെ വർക്ക് സൈറ്റിൽ എന്താ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അറിയണം. നമുക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഉടനെ തന്നെ വേണം. ഭൈരവ് പറഞ്ഞത് കേട്ട് സഹായി അവനെ നോക്കി. ശരി സർ, ഞാൻ ഉടനെ തന്നെ അന്വേഷിക്കാം. അയാൾ അതും പറഞ്ഞുകൊണ്ട് തന്നെ പുറത്തേക്ക് പോയി. ഭൈരവ് വീണ്ടും ചിന്തകളിൽ മുഴുകി. ഈ സമയം നീലിമ അവളുടെ വീട്ടിലേക്ക് തിരികെ എത്തിയിരുന്നു. ഭൈരവ് ആവശ്യപ്പെട്ട കാര്യം ഓർക്കുമ്പോൾ നീലിമക്ക് നല്ല ദേഷ്യം തോന്നി. സിദ്ധാർത്ഥ് ഒരുപാട് തവണ അവനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഭൈരവിനെ വീണ്ടും വീണ്ടും ചെന്ന് കാണേണ്ടി വരുന്ന തന്റെ ഗതികേടിനെ കുറിച്ചാണ് അവൾ ആലോചിച്ചത്. അതുമാത്രമല്ല, ഭൈരവിനെ കാണാൻ പോയി തിരിച്ചു വന്നതുമുതൽ നീലിമക്ക് വല്ലാത്ത പേടി തോന്നി. സിദ്ധാർത്ഥിന്റെ ആളുകൾ തന്നെ നിരീക്ഷിക്കുന്നുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും അവൾ ഭൈരവിന്റെ വീട്ടിലേക്ക് ചെന്നത് മണ്ടത്തരമായി പോയി എന്ന് അവൾക്കപ്പോൾ തോന്നി. സിദ്ധാർത്ഥ് ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്നറിയില്ല. അവന് നല്ല ദേഷ്യം വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. സിദ്ധാർത്ഥ് ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്നറിയില്ല. അവന് നല്ല ദേഷ്യം വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും താൻ എന്തിനാണ് അവിടെ പോയതെന്ന് അവൾ ചിന്തിച്ചു. സിദ്ധാർത്ഥിനെ വിളിച്ച് എപ്പോൾ മടങ്ങി വരുമെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. താൻ ഭൈരവിന്റെ വീട്ടിൽ പോയ കാര്യങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് അപ്പോൾ അറിയാൻ സാധിക്കുമെന്നും അവൾ കരുതി. അവൾ കരുതിയതുപോലെ തന്നെ സിദ്ധാർത്ഥ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു. നീലിമ ഭൈരവിനെ കാണാൻ പോയ കാര്യം അറിഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന് വളരെയധികം ദേഷ്യം വന്നു. എന്നാൽ സിദ്ധാർത്ഥിന്റെ ദേഷ്യം ഏറ്റുവാങ്ങിയതെല്ലാം മനീഷ് ആയിരുന്നു. എന്താ പറഞ്ഞത്? അവൾ എന്തിനാണ് ഭൈരവിനെ കാണാൻ പോയത്? നമ്മുടെ ആളുകൾക്ക് അവളെ തടയാൻ സാധിച്ചില്ലേ? യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥിന്റെ മുഖത്ത് കോപം തിളങ്ങിയിരുന്നു. അത് കാണുന്തോറും മനീഷിന്റെ മുഖത്ത് വെപ്രാളം പ്രകടമായി. അവൻ സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു. സർ അത്ര പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. നീലിമ മാഡം അവിടെ പോയി എന്നേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ അവിടെ നിന്നും പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. അവർക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് സർ ഇത്ര പരിഭ്രമിക്കുന്നത്? മനീഷ് ചൂടാവുന്നത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം കൂടുതൽ ചുവന്നു. നോക്ക്, നീ എന്റെ ബോസ് അല്ല, ഞാൻ നിന്റെ ബോസാണ്. ആ ഒരു മര്യാദ സംസാരത്തിലും വേണം. ഞാൻ പരിഭ്രമിക്കുന്നു എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എനിക്ക് യാതൊരുവിധ പരിഭ്രമവുമില്ല. നീലിമ ഗർഭിണിയായതുകൊണ്ടാണ് എനിക്കൊരു പേടി. ഭൈരവിനെ കുറിച്ച് എനിക്കറിയാവുന്ന അത്രയൊന്നും നിങ്ങൾക്കാർക്കും അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നത്. അല്ലാതെ താൻ കരുതുന്നത് പോലെയൊന്നുമല്ല. സിദ്ധാർത്ഥിന്റെ സംസാരം കേട്ടപ്പോൾ മനീഷ് പിന്നെ ഒന്നും പറയാതെ അവനെ നോക്കി. കാരണം ആ സാഹചര്യത്തിൽ എന്ത് പറഞ്ഞാലും സിദ്ധാർത്ഥിന്റെ ദേഷ്യം വർദ്ധിക്കുകയുള്ളൂ എന്ന് അയാൾക്ക് തോന്നി. സത്യത്തിൽ നീലിമ ഭൈരവിനെ കാണാൻ പോയതിന്റെ പേരിൽ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ പ്രശ്നം. അതവൻ പുറമേ പറഞ്ഞില്ലെങ്കിലും മനീഷിന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാലും അയാൾ അതിനെക്കുറിച്ചൊന്നും തന്റെ ബോസിനോട് ചോദിക്കാനും മുതിർന്നില്ല. സിദ്ധാർത്ഥിനും ഒന്നും സംസാരിക്കാനില്ലായിരുന്നു. നീലിമ താൻ പറയുന്നതനുസരിക്കാതെ എന്തിനാണ് ഭൈരവിനെ കാണാൻ പോയതെന്ന ചിന്തയിൽ ഉരുകുകയായിരുന്നു അവന്റെ മനസ്സ്. നീലിമയോട് തനിക്കുള്ള സ്നേഹം അവൾ മനസ്സിലാക്കുന്നില്ലെന്ന് അവൻ കരുതി.
ഭൈരവിനെ കാണുന്ന കാര്യം തനിക്കൊട്ടും സഹിക്കാൻ കഴിയാതിരുന്നിട്ടും എന്തിനാണ് അവൾ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അവന് വല്ലാത്ത ദേഷ്യം തോന്നി. അപ്പോൾ തന്നെ നീലിമയെ കാണാനും അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ക്ലാരിഫിക്കേഷൻ കിട്ടാനും വേണ്ടി സിദ്ധാർത്ഥ് ആഗ്രഹിച്ചു. അവൻ നീലിമയെ പലതവണ ഫോൺ ചെയ്തുവെങ്കിലും അവൾക്ക് റേഞ്ച് ഇല്ലാത്തത് കാരണം ഫോൺ കിട്ടിയില്ല. അത് അവന്റെ ദേഷ്യവും വെപ്രാളവും വർദ്ധിപ്പിച്ചു. തന്നെ ഇങ്ങനെ ഉറക്കമില്ലാതെ ആക്കിയിട്ട് അവൾ സ്വസ്ഥമായി കിടന്നുറങ്ങുകയാണെന്നോർത്തപ്പോൾ അവന്റെ ദേഷ്യം കൂടി. മനീഷ് ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാത്ത മട്ടിൽ നിൽക്കുകയായിരുന്നു. അയാൾ മറ്റെന്തോ ഓർക്കുന്നത് പോലെ നിന്നപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, എനിക്ക് ഉടനെ തന്നെ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇപ്പൊ തന്നെ വേണം. അടുത്ത ഫ്ലൈറ്റിൽ നമ്മൾ നാട്ടിലേക്ക് പോകുന്നു. സിദ്ധാർത്ഥിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മനീഷ് ആകെ സ്തംഭിച്ചു പോയി. അവർ അമേരിക്കയിലായിരുന്നു. അവിടെ പകലായിരുന്നാലും നാട്ടിൽ ഇപ്പോൾ രാത്രിയായിരിക്കും. ഈ സമയം തിരികെ പോയാലും എപ്പോൾ എത്തുമെന്ന് അവനറിയില്ല. അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അപ്പോൾ മനീഷ് പറഞ്ഞു, അല്ല സർ, ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ്, മാറ്റിവെക്കാൻ സാധിക്കില്ല. അത് സാറിന്റെ കരിയറിനെ തന്നെ ബാധിക്കില്ലേ? മനീഷ് ചോദിക്കുന്ന ചോദ്യം കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി പറഞ്ഞു, തനിക്കിവിടെ കുറച്ച് ദിവസം താമസിക്കണമെന്നുണ്ടെങ്കിൽ ആയിക്കോ, പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നില്ല. എനിക്ക് ഇന്ന് തന്നെ പോയേ പറ്റൂ. ഏത് ഫ്ലൈറ്റിലാണ് ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കുന്നത് എന്ന് താൻ നോക്കി എനിക്ക് ബുക്ക് ചെയ്തു തരണം. ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. ബാക്കിയൊന്നും എന്നെ ബാധിക്കില്ല. എന്റെ ഭാര്യ ഭൈരവിനെ കാണാൻ പോയ കാര്യങ്ങൾ എനിക്കറിഞ്ഞേ പറ്റൂ. അവളോട് തന്നെ നേരിട്ട് ചോദിക്കണമല്ലോ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് നിന്നു. മനീഷിന് കാര്യമൊന്നും തന്നെ മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവൻ സിദ്ധാർത്ഥിനെ വിലക്കാനും മുതിർന്നില്ല. കാരണം അവന്റെ ദേഷ്യം മറ്റാരേക്കാളും മനീഷിന് നന്നായിട്ട് അറിയാം. അവനെ വിലക്കിയാൽ അവൻ എന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ മനീഷ് ഉടനെ പറഞ്ഞു, ശരി സർ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഞാനും കൂടെ വരാം. ഞാൻ മാത്രം ഇവിടെ ഇരുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അത്രയും പറഞ്ഞ് മനീഷ് അവിടെ നിന്നും പോയി. സിദ്ധാർത്ഥിന്റെ മുഖത്ത് അപ്പോഴും ദേഷ്യം മാറിയിരുന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം അന്ന് അവൈലബിൾ ആയിരുന്ന ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഉടനെ തന്നെ മനീഷ് കണ്ടെത്തി. ടിക്കറ്റും മനീഷ് സംഘടിപ്പിച്ചു. ആ ഫ്ലൈറ്റിൽ തന്നെ സിദ്ധാർത്ഥിന്റെ കൂടെ അയാളും തിരികെ നാട്ടിലേക്ക് വന്നു. നാട്ടിലെത്തിയപ്പോൾ മനീഷിന് നല്ല പേടിയായിരുന്നു. നീലിമയോട് സിദ്ധാർത്ഥിന് ഇപ്പൊ തന്നെ നല്ല ദേഷ്യമുണ്ട്. നീലിമ ഗർഭിണി കൂടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് മാനസികമായ വല്ല ബുദ്ധിമുട്ടും നേരിടുമോ എന്ന് മനീഷിന് പേടിയുണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അയാൾക്ക് ധൈര്യമില്ല. അവൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു. രാത്രിയായിരുന്നു. എല്ലായിടത്തും ഇരുട്ടായിരുന്നു. നഗരം പോലും നിശബ്ദമായി. റോഡുകളും നടപ്പാതകളും എല്ലാം ശൂന്യമായിരുന്നു. ആരാരുമില്ലാത്ത വഴികളിലൂടെ അയാൾ വീടിനകത്തേക്ക് കടന്നു ചെന്നു. മനീഷും ഒപ്പം പോകണമെന്ന് തോന്നിയെങ്കിലും അയാൾക്ക് എന്തുകൊണ്ടോ ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് അയാൾ തിരികെ പോയി. നീലിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അയാൾ അവിടെ നിന്നും പോയത്. പ്രതീക്ഷിക്കാതെ സിദ്ധാർത്ഥിനെ വരാന്തയിൽ കണ്ടപ്പോൾ മല്ലികാമ്മ ശരിക്കുമൊന്ന് ഞെട്ടി. അശ്വിൻ ഉറങ്ങിയതിനു ശേഷം പിറ്റേ ദിവസത്തെ പ്രാതലിനുള്ള മാവും മറ്റും തയ്യാറാക്കി വെക്കുന്നതിനിടെയാണ് മല്ലികാമ്മ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് കയറിയത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഹാളിലേക്ക് വന്നപ്പോഴാണ് ഉമ്മർത്ത് തന്നെ കാർ വരുന്ന ശബ്ദം കേട്ടത്. ആരാണെന്നറിയാൻ വേണ്ടി മല്ലികാമ്മ ചെന്ന് നോക്കി. സിദ്ധാർത്ഥിനെ അവിടെ കണ്ടപ്പോൾ അവർ ചെന്ന് വാതിൽ തുറന്നു. അല്ല, മോനെന്താ പറയാതെ വന്നേ? നീ ഇന്നലെ തീരുമെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഇന്നലെ മോളോടും ചോദിച്ചിരുന്നു. അപ്പോ വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്, മല്ലികാമ്മ ചോദിച്ചു. അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. സിദ്ധാർത്ഥിനെ മുഖം കണ്ടപ്പോൾ അവൻ അത്ര നല്ല സന്തോഷത്തിലല്ല എന്ന് മല്ലികാമ്മക്ക് മനസ്സിലായി. അവർ അപ്പോൾ തന്നെ വിഷയം മാറ്റുന്നത് പോലെ പറഞ്ഞു, മോനെ, ഞാൻ മോൻക്ക് ഒരു കോഫി എടുക്കട്ടെ? അത് ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥ തലയുയർത്തി മല്ലികാമ്മയെ നോക്കി പറഞ്ഞു, വേണ്ട മല്ലികാമ്മേ, എന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ട. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മല്ലികാമ്മ പോയി കിടന്നോളൂ. അത്രമാത്രം പറഞ്ഞുകൊണ്ടതിന് സിദ്ധാർത്ഥ മുകളിലേക്ക് പടികളൊക്കെ കയറിപ്പോയി. അവന്റെ ധൃതി പിടിച്ചുള്ള പോക്ക് കണ്ടപ്പോൾ തന്നെ അവന് നല്ല ദേഷ്യത്തിലാണെന്ന് മല്ലികാമ്മ മനസ്സിലാക്കി. അപ്പോ എന്ത് കാര്യത്തിനാണ് അവന് ഇത്ര ദേഷ്യം വന്നത് എന്ന് അവർ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് ഉത്തരമൊന്നും കിട്ടിയില്ല. സിദ്ധാർത്ഥ് അപ്പോഴേക്കും മുറിയുടെ അകത്ത് കയറിയിരുന്നു. അവൻ ചെല്ലുമ്പോൾ മുറി ഇരുട്ടിലായിരുന്നു. നീലിമ ഉറങ്ങിക്കാണുമെന്ന് അവനറിയാം. അവളെ ഉണർത്തി ഭൈരവിനെ കുറിച്ച് ചോദിക്കണമെന്ന് തന്നെയായിരുന്നു അവൻ ചെല്ലുമ്പോൾ കരുതിയിരുന്നത്. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻക്ക് വിളിച്ചുണർത്താനൊന്നും തോന്നിയില്ല. അവൻ അവളെ നോക്കിക്കൊണ്ടേയിരുന്നു. അവളുടെ മുഖത്ത് നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ ഭാവമായിരുന്നു. അവൻ അവളുടെ കവിളിലൊന്ന് തൊട്ടു. അപ്പോഴാണ് അവന് ഭൈരവിനടുത്ത് പോയി അവൾ തിരികെ വന്ന കാര്യം ഓർമ്മ വന്നത്. അവൾ ഭൈരവിന്റെ അടുത്ത് പോയതിനായിരുന്നില്ല സത്യത്തിൽ അവന്റെ പ്രശ്നം. അവനോട് പറയാതെ മറച്ചു വെച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്തതിനായിരുന്നു പ്രശ്നം. അവൾ എന്തിനാണ് അവിടെ പോയത് എന്നറിയാതെ അവന് അസ്വസ്ഥത ലഭിക്കുമായിരുന്നില്ല. അവൻ അങ്ങനെ നോക്കി നിൽക്കെ തന്നെ നീലിമ കണ്ണുകൾ തുറന്നു. അവൾ പെട്ടെന്ന് ഞെട്ടി. അവനെ അവിടെ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അല്ല, നിങ്ങളെപ്പോഴാ വന്നത്? അതോ ഇനി ഇതിന്റെ സ്വപ്നം വല്ലതുമാണോ? അവൾ ചോദിച്ചു. അന്നേരം സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു, എന്തേ, ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ?
നീ മറ്റാരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിലുണ്ടായിരുന്ന സന്തോഷം പെട്ടെന്ന് തന്നെ കെട്ടുപോയി. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചീപ്പായിട്ട് സംസാരിക്കുന്നത്? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? അവൾ ചോദിച്ചു. അപ്പോൾ അവന്റെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞു. ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ചെന്ന് കാണുകയല്ലോ നിന്റെ ഹോബി. അവരാരെങ്കിലും നീ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവൻ വീണ്ടും ചോദിച്ചപ്പോൾ നീലിമ പറഞ്ഞു, ഞാൻ ഇവിടെ ആരെയും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന്റെ ദേഷ്യം വർദ്ധിച്ചു. അവൻ അവളുടെ കൈകൾ പിടിച്ച് അമർത്തിക്കൊണ്ട് ചോദിച്ചു, ശരിക്കും നിനക്ക് മനസ്സിലായില്ലേ? എന്തിനെങ്കിലും നിനക്കൊന്നും മനസ്സിലാവാറില്ലല്ലോ. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് കൈ വേദനിക്കുന്നു, അവൾ പറഞ്ഞു. പക്ഷേ സിദ്ധാർത്ഥ് അവളുടെ കൈയിലെ പിടി വിട്ടില്ല. അവൻ പിടി കൂടുതൽ മുറുക്കിയപ്പോൾ വേദന കൊണ്ട് അവൾ പിടഞ്ഞുപോയി. അവൻ അവളോട് കൂടുതൽ ചേർന്ന് നിന്നു. മറ്റാരെങ്കിലും അവളുടെ മനസ്സിലുണ്ടോ എന്ന സംശയം തോന്നുമ്പോൾ സിദ്ധാർത്ഥ സാധാരണ അങ്ങനെയാണ് പെരുമാറാറുള്ളത്. അത് കണ്ടപ്പോൾ നീലിമക്ക് കൂടുതൽ പേടി തോന്നി. അവൾ അവന്റെ കൈ വിടിയിപ്പിക്കാൻ വേണ്ടി വീണ്ടും ശ്രമിച്ചു. ഞാൻ ഗർഭിണിയാണ്, അത് അറിയാവുന്നതാണല്ലോ. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അവൾ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു, നിനക്കെപ്പോഴും നിന്റെ വേദന, നിന്റെ സന്തോഷം അതൊക്കെയാണ് വലുത്. നീ എന്റെ കാര്യങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ എനിക്കത് എത്രമാത്രം വേദന തോന്നുന്നുണ്ട് എന്ന് നിനക്കറിയാമോ? ഇതൊന്നും അറിയാതെയാണോ നീ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നത്? അന്നേരം ഞാൻ അനുഭവിച്ച വേദനയുടെ പകുതി പോലുമില്ല ഇത്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ഇപ്പോൾ തന്നെ ഒരു വലിയ ബിസിനസ് മീറ്റിംഗ് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ വന്നിരിക്കുന്നത്. എല്ലാം നീ കാരണം, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് നീലിമ ആകെ വല്ലാതായി സങ്കടപ്പെട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. സിദ്ധാർത്ഥിന്റെ ഈ ഒരു മാറ്റം, സിദ്ധാർത്ഥ് എന്തിനാണ് പെട്ടെന്ന് തന്നോട് ഇങ്ങോട്ടേക്ക് വന്നത് എന്നും പെട്ടെന്ന് എന്തിനാണ് തന്നോട് ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യമൊന്നും തന്നെ നീലിമക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന നീലിമയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.